കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല, മഹാദൈവത്തിന്റെ നിർണയത്തിന്റെ നിവർത്തിയായിട്ടാണ്. നമ്മുടെ ലോക ജീവിത യാത്രയിൽ നാം ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മെ കുറിച്ച് കനത്ത പദ്ധതികൾ കരുതി വെച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് നമ്മെ ജനിക്കാൻ അനുവദിച്ച ഒരു ദൈവമാണ് നാം ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവം. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു, നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല, നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്നെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞത്, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതെ, നീ ഈ ഭൂമിയിൽ ജനിക്കും മുൻപ്, നിന്റെ മാതാപിതാക്കൾ നിനക്ക് പേർ വിളിക്കും മുൻപ്, നീ നിന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ ഉരുത്തിരിയും മുൻപ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പൊട്ടായി രൂപപ്പെടും മുൻപ്, നീ എവിടെ ജനിക്കണം, നിന്റെ ജനന ദിവസം എന്നായിരിക്കണം, നിന്റെ ജനന ശരീരത്തിന്റെ പ്രകൃതി എന്തായിരിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ ജനന സമയം കഴിഞ്ഞുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ വേണം, നിന്റെ വിദ്യാഭ്യാസം എവിടെ വരെ എത്തണം, നിന്റെ വരുമാന മാർഗം എന്തായിരിക്കണം, നിന്റെ ജീവിത പങ്കാളി ആരായിരിക്കണം, നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കുമിടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ മുൻകൂട്ടി നിർണയിച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ, സുഹൃത്തെ, നിന്റെ അപ്പനുള്ളതിനേക്കാൾ, നിന്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, നിന്റെ ഭാര്യയ്ക്കുള്ളതിനേക്കാൾ, നിന്റെ ഭർത്താവിനുള്ളതിനേക്കാൾ നിന്നെ കുറിച്ച് സർവോത്തമമായ ഒരു പ്ലാനുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി നീ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ നീ അനാഥനല്ല. നിന്നെ കുറിച്ച് മഹാദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യവും 3-ാം അധ്യായം 16-ാം വാക്യവും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം, 3-ാം അധ്യായം 16-ാം വാക്യം. യേശു അവനോട്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, 3-ാം വാക്യം, തന്റെ യേശു 3-ാമത്തെ വാക്യം വായിച്ചത്. ആമേൻ 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 ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന ഉത്തരം പറഞ്ഞു. 16-ാമത്തെ വാക്യം കൂടെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മതിയല്ലോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ക്രൂശിന്റെ സന്ദേശം ഇവിടെ ഉയരുമ്പോൾ ചില ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന രാത്രിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കത്തി
തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള ദൈവപുത്രന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു മൺമറഞ്ഞ ഒരുത്തന്റെ ശവകുടീരത്തിന് മുൻപിലിരുന്ന് വിലാപഗാനം പാടുന്നവരല്ല വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ട ഒരുവന്റെ മുൻപിലല്ല, മെഴുകുതിരിക്കാലുകളുടെ പുറകിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരുവന്റെ മുൻപിലല്ല, കല്ലറയെ ഭേദിച്ചുയർത്തവൻ വിശ്വാസ കണ്ണുകളാൽ അവന്റെ സാന്നിധ്യം അറിയുന്ന ദൈവമക്കളാണ് ഈ ഗ്രൗണ്ടിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പഴയ പുതിയ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന, എത്ര കുഴിച്ചാലും പ്രവചനത്തിന്റെ ഖനിതീരാത്ത അതിവിശിഷ്ടമായ ഖനികർത്ഥമാണ്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധ മതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഗീതകൾ, സ്മൃതികൾ, എല്ലാവരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വരാസ്തിത്വത്തിന്റെ പ്രഖ്യാപന രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പവിത്രവാക്യ സംഹിതയുടെ ഈ പരിശുദ്ധ തിരുവെഴുത്തിന്റെ പരമ ഉത്കൃഷ്ടത, ഇതിന്റെ പവിത്രത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ തെറ്റിക്കൂടായ്മ എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കൊണ്ടുവന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ വചനം കരങ്ങളിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നതോർത്ത് നമുക്ക് ഈ രാത്രിയിൽ കർത്താവിനെ മഹത്വമർപ്പിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പുരോഗതിയുടെ അത്യുച്ച മോടിയിൽ ചിറകടിച്ചുയർന്ന 21ാം നൂറ്റാണ്ടിൽ പുരാതന കാലത്ത് അതുല്യമെന്ന് കരുതിയ പല മതഗ്രന്ഥങ്ങളും സങ്കല്പിച്ച് കാട്ടിയ ദൈവങ്ങളുടെ നെഞ്ചത്തുകൂടെയാണ് മനുഷ്യൻ അന്യരാജ്ഞാതെ ഗ്രഹങ്ങളിൽ കാലുകുത്തി കാറോടിച്ചതെങ്കിൽ ശാസ്ത്രശാണയിൽ വെച്ചാവർത്തിച്ചുരസിയിട്ടും ഇന്ന് വരെ മാറ്റ തെളിഞ്ഞു വരുമ്പോൾ മാറ്റ് കുറയാതെ കത്തിച്ചൊലിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ വള്ളി പുള്ളി ചമൽക്കാരങ്ങളിൽ പോലും ദൈവത്തിന്റെ ആസ്തിക്യത്തിന്റെ വെളിപ്പാട് നൽകുന്ന അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇതിന്റെ അതുല്യത ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ തിരുവെഴുത്തിൽ പഴയ പുതിയ നിയമം എന്ന രണ്ട് ഉൾപ്പിരിവുകളുണ്ട്. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ തിരുവെഴുത്തിൽ പഴയ നിയമത്തിന് 3 പ്രധാന ഉപവിഭാഗങ്ങളുണ്ട്. പുതിയ നിയമത്തിന് 3 പ്രധാന ഉപവിഭാഗങ്ങളുണ്ട്. 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പുപണിയായി അടിച്ചെടുത്ത് പുഷ്പപുടം ക്രമീകരിച്ച് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരൂശലേം ദൈവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് പോലെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഇതാ നിലവിളക്കിൽ നടുക്കുകൂടെ ഒരു വിളക്ക് തണ്ടു നിൽക്കുന്നു. അതിൽ ഒരു ജ്വാല കത്തുന്നുണ്ട്. അതിന് വലത്തേക്ക് 3 ശാഖകളുണ്ട്, ഇടത്തേക്ക് 3 ശാഖകളുണ്ട്. ഇതുപോലെയാണ് തിരുവെഴുത്ത്. ഇതിൽ പഴയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്, ഇതിന് പുതിയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്. പഴയ നിയമത്തിലെ 3 ശാഖകൾ: 1 ചരിത്രം, 2 ഉപദേശം, 3 പ്രവചനം. പുതിയ നിയമത്തിലെ 3 ശാഖകൾ: ചരിത്രം, ഉപദേശം, പ്രവചനം. ഇത് 3 പഴയ നിയമത്തിന്റെ ചരിത്ര പ്രവചന ഉപദേശങ്ങളും പുതിയ നിയമത്തിലെ ചരിത്ര പ്രവചന ഉപദേശങ്ങളും സാക്ഷാൽ വചനമാകാൻ കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നരുളി ചെയ്ത് വിളക്ക് തന്നായ നസ്രായനോട് ഇത് ബന്ധപ്പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ ഈ 3 ഭാഗങ്ങൾ മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ വരെയുള്ള 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. സമാപ്ത ഗ്രന്ഥമായ ഏക പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം, അത് പ്രവചന ഗ്രന്ഥമാണ്. ചരിത്രം, ഉപദേശം, പ്രവചനം, ഈ ശ്രേഷ്ഠമായ 3 ഉൾപ്പിരിവുകൾ. നോക്കുക, ചിലർ ചരിത്രത്തിലെത്തിയിട്ടുണ്ട്, ചിലർ ഉപദേശത്തിൽ പോയിട്ടുണ്ട്, ചിലർ പ്രവചനത്തിലെത്തിയിട്ടുണ്ട്. പൗലോസ് ചരിത്രം എഴുതിയിട്ടില്ല, പ്രവചനം എഴുതിയിട്ടില്ല, ഉപദേശം എഴുതി. പത്രോസ് ഉപദേശം എഴുതി. എന്നാൽ മത്തായി ഉപദേശം എഴുതിയിട്ടില്ല, പ്രവചനം എഴുതിയിട്ടില്ല, അദ്ദേഹം ചരിത്രം എഴുതി. ഒരാൾ ചരിത്രം എഴുതുമ്പോൾ മറ്റൊരാൾ ഉപദേശം എഴുതുമ്പോൾ മറ്റൊരാൾ ചരിത്രത്തിൽ പ്രവചനം എഴുതുകയാണ്.